Hi, my name is Praveen Nawat from Century Gate Software Solution Private Limited എന്ന കമ്പനി ബ്രാൻഡ് അംബാസിഡർ ഓർ CCM. ഇന്ന് ഞാൻ പല വീഡിയോകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ബിസിനസ് ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി, അതായത് ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, സേവ് ആപ്പ് ബിസിനസ് കോൺസെപ്റ്റ്, ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ലൈഫ് ടൈം യൂസേജ്, നോ ആക്ടിവേഷൻ കോസ്റ്റ്, അൺലിമിറ്റഡ് പാസീവ് ഇൻകം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രൊഫൈലും പ്രൊഡക്റ്റും ഇൻകം പ്ലാനും കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ നല്ല രീതിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്ത് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഞാനിന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് കമ്പനി? അതെ, കമ്പനി പ്രൊഫൈൽ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇത് 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫാമോടുകൂടി ആരംഭിച്ചു. 2008 ഇത് ഇൻകോർപ്പറേറ്റഡ് ആസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. ഓൾറെഡി ERP സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്തുകൊണ്ടും ഈവൻ MLM കമ്പനികൾക്ക് വരെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും 26 വർഷത്തെ എക്സ്പീരിയൻസ് തെളിയിച്ച ഇൻഡിഗ്ര എന്ന ബ്രാൻഡ് നെയിമോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ ഒരു കമ്പനിയുടെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് ഇൻറ്റിഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്പ്. ഇത് നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ലീഗൽ പ്രൊസീജിയേഴ്സും ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തലയുയർത്തി കോൺഫിഡൻസോടുകൂടി കസ്റ്റമറിലേക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ലീഗൽ എല്ലാ കാര്യങ്ങളും 100% ലീഗലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ MySaving.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സേവ് മൈ പേഴ്സണൽ ആപ്പാണ്. പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ദിവസവും നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന്, നമുക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഒരു മണി മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ നേടിയെടുക്കാമെന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും സിമ്പിളായിട്ട് ഈസിയായിട്ട് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. എന്നതുമാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എത്ര തുകയായാലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നത് 100% സത്യം. ഇതിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്ത ഒരു വിഷയമാണ് മണി മാനേജ്മെൻറ്റ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ള പ്രാഗൽഭ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് നല്ലൊരു ധനികർ എന്നുള്ള കാറ്റഗറി, സാധാരണക്കാരായി ജീവിച്ച നിങ്ങൾക്ക് ഒരു ധനികർ എന്ന കാറ്റഗറിയിലേക്ക് മാറാനുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ തരുന്നുണ്ട്. അതുമാത്രമല്ല, ഇൻഡിഗ്ര അക്കാദമി നമ്മൾക്ക് 3 നേരം എന്നതുപോലെ 6 മണിക്ക്, 11 മണിക്ക്, 9 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷൻ, ബിസിനസ് എന്തൊക്കെയാണ്, അതിൻ്റെ വരുമാന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വെറും 1, 2, 3 ടച്ചിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്ന് മാത്രമല്ല, വാട്സപ്പ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കിയെടുക്കാം. 8ഓളം ഭാഷകളിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഗ്ലോബലി വേൾഡ് വൈഡ് ആയിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാം സോഷ്യൽ മീഡിയ ത്രൂ. ഇതൊരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് വളർത്തേണ്ടത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തോ ഒരു ഫാമിലി ഫ്രണ്ട്സോ നമുക്ക് ഈ ഒരു നമ്മുടെ സേവ് ആപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരും. അതിലൂടെ വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ഒരു സേവ് ആപ്പ് ഓണറായി മാറുകയും അതിലൂടെ 2024 മാർച്ച് 13 നമുക്ക് ഒരു വലിയൊരു അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. എന്തെന്നാൽ നമുക്ക് മൊബൈൽ റീചാർജ് അതുപോലെ DTH അതുപോലെ വരും ദിവസങ്ങളിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക്
ബിൽ പേയ്മെൻറ്റും ഇതിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത്രയും 16 ഫീച്ചേഴ്സാണ് നമുക്ക് ഒരുമിച്ച് ഇതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഈ 16 ഫീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്, ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതുപോലെ ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇൻഷുർ ദ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, നമുക്ക് ഇംപ്രൂവ് ദ സേവിങ് മെൻറ്റാലിറ്റി. അതുപോലെ പാസ്വേഡ് മാനേജർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസീവ് ഇൻകം ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒക്കെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും ഇതിലൂടെ കൊടുക്കാൻ പറ്റും. നമുക്കൊരു ഡയറി ഉണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നതുകൂടി ഇതിലൂടെ ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയട്ടെ. സേവ് ആപ്പ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റും കോമ്പൻസേഷൻ പ്ലാനും എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാൻ പറയാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ 2 രീതിയിൽ നമ്മുടെ നല്ല രീതിയിൽ സേവ് ആപ്പ് സഹായിക്കും. നമ്മൾ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കണം. ഇവിടെ വിരാട് കോഹ്ലി അല്ല പൃഥ്വിരാജ് അങ്ങനെ സെലിബ്രിറ്റീസുകളായിട്ടൊന്നും ആരും കടന്നു വരാനില്ല. ഇതൊരു ഡയറക്റ്റ് സെല്ലിങ്ങിനുള്ള കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും തന്നെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇവിടെ നമ്മൾ തന്നെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നെയാണ് കമ്പനി 85% വീതം വെച്ച് അവരുടെ കമ്പനിയുടെ ലാഭവും കഴിച്ച് ബാക്കി നമ്മളിലേക്ക് തന്നെ റീഫണ്ടായിട്ട് റിട്ടേൺ ആയിട്ട് തരുന്നു, ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നു. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാം. അതിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്താൻ നമ്മുടെ കമ്പനി നമ്മുടെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് കടന്നു വരാൻ എങ്ങനെയൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലൊരു ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരാം, അതല്ലാതെ ഒരു ആക്റ്റീവ് യൂസേഴ്സായിട്ട് കടന്നു വരാം. അതുമാത്രമല്ല ഇനി ഒരു ഫാമിലി യൂസേഴ്സും നിങ്ങൾക്ക് കടന്നു വരാം. എന്താണ് ഫ്രീ യൂസേഴ്സ്? ഒരു ഫ്രണ്ടോ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നു. ആ ലിങ്കിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം സേവ് ആപ്പ് എന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുന്നു. അന്ന് തൊട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ റീചാർജ്, നമ്മുടെ എയർടെൽ, ഐഡിയ, വോഡഫോൺ ഇതിലേതെങ്കിലും ഒരു പ്രൊവൈഡർ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാസീവ് ഇൻകം അപ്പോൾ തന്നെ ജനറേറ്റ് ആകുന്നു. ഇനി ഫ്രീ യൂസേഴ്സ് ബെനിഫിറ്റ് എക്സ്ട്രാ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ക്യാഷ് ബോണസായിട്ട് 99 രൂപ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു 50 രൂപ വാലറ്റിലും, പിന്നീട് ഒരു മൊബൈൽ റീചാർജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു 49 രൂപയും നമുക്ക് ലഭിക്കും. അതിനും പുറമെ നമുക്ക് ഒരു പ്രീ പർച്ചേസിങ് പോയിൻ്റ് ഒരു 500 രൂപ നമ്മുടെ ക്യാഷ് വാലറ്റിൽ ലഭിക്കും. ആ 500 രൂപയ്ക്ക് തുല്യമായ ആ ഒരു പോയിൻ്റ് എവിടെ എങ്ങനെ എപ്പോൾ യൂസ് എന്നതും എങ്ങനെ റെഡീം ചെയ്യാം, ക്യാഷാക്കി മാറ്റാം എന്നതും ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ വിശദമായിട്ട് പറയാം. ഇതിനൊക്കെ പുറമെ ക്യാഷ് ബാക്ക് ആയിട്ട് ഓരോ റീചാർജിലും നമുക്ക് കമ്പനിക്ക് ലഭിക്കുന്നതിൻ്റെ 20% ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് തരും. അത് 1% ആയിട്ടാണ്, 20 ലെവലുകളായിട്ടാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി വളർത്തുകയാണെങ്കിൽ 20 ലെവലായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് തരും. അത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും നിങ്ങളുടെ കൂടെ ആരാണോ ഇവിടെ വന്നത്, ആരാണോ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചത്, അവരോട് കൃത്യമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെറും ഫ്രീ യൂസേഴ്സ് ഒരു കമ്മ്യൂണിറ്റി വളർത്തിയാൽ തന്നെ നമുക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തുവാൻ സാധിക്കും. ഇനി ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ ഒരു ലൈഫ് ടൈം നമുക്ക് ഈ ഒരു ഫുൾ അസസ് 16ഓളം ഫീച്ചേഴ്സുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് ടൈം ഉപയോഗിക്കാം. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3999 പ്ലസ് 18% GST ആണ്. ടോട്ടൽ 4719 4719 റുപ്പീസ് കൊടുത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീ വെബ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫ്രീ വെബ് കാർഡ്, അതായത് മിനി വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ട് ലഭിക്കും. ഇങ്ങനെ ആക്റ്റീവ് യൂസേഴ്സ് ആ ഒരു മിനി വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് നല്ല രീതിയിൽ ലോകമെമ്പാടും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. അതിനൊക്കെ പുറമെ ഒരു 4500 പർച്ചേസിങ് പോയിൻ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ വാലറ്റിൽ ലഭിക്കും. അതായത് നമ്മൾ കൊടുത്ത തുക 3999 റുപ്പീസ് ആണെങ്കിൽ അതിന് തത്തുല്യമായ ഒരു പർച്ചേസിങ് പോയിൻ്റ് ക്യാഷ് റെഡീം ചെയ്യാൻ നമുക്ക് അവസരം കമ്പനി ഒരുക്കുന്നുണ്ട്. ഇനി ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 വർക്കിംഗ് ഇൻകവും നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതിനൊക്കെ പുറമെ നമ്മളൊരു ഫ്രീ കമ്മ്യൂണിറ്റി വളർത്തുകയാണെങ്കിൽ നമ്മുടെ റെഫറൽ
ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച അതേപോലുള്ള ഒരു ലിങ്ക് നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. ആ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി വളർത്തി ഒരു 20 ലെവൽ നിങ്ങൾ കമ്മ്യൂണിറ്റി വളർത്തുകയാണെങ്കിൽ 2% വെച്ച് നിങ്ങൾക്ക് റീചാർജ് റവന്യൂവിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ നിങ്ങൾ ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നതാണ്. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ എല്ലാ ഉപഭോക്താക്കളും റീചാർജ് ചെയ്യുമെന്നത് 100% നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഉറപ്പുള്ള ആ റീചാർജ് ഫംഗ്ഷനിലൂടെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. കാരണം നമ്മുടെ കൂടെ വരുന്നവർക്കൊക്കെ റീചാർജ് ചെയ്യണം. അവർക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇവരൊന്നും ആരുടേതുമല്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സേവ് ആപ്പ് എന്നത് നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനായിട്ട് നമ്മൾ അത് കോൺഫിഡൻസോടുകൂടി മാർക്കറ്റിലേക്ക് എത്തിക്കുക. അവരോടൊക്കെ മൊബൈൽ റീചാർജ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലൂടെ കൂടെ തന്നെ നമുക്ക് ഒരു നല്ല 2% വെച്ച് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ മാസവും അത് ലഭിക്കുകയും ചെയ്യും. കണ്ടിന്യൂ ആയിട്ട് ഒരു പാസീവ് ഇൻകം നമുക്ക് അവിടെ ജനറേറ്റ് ആയി കിട്ടും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമ്മുടെ ലിങ്ക് വിത്ത് നമ്മുടെ സേവാപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ സെറ്റിലാണ്. കാരണം ഈ ഒരു പാസീവ് ഇൻകം എന്നത് എല്ലാ മാസവും എല്ലാവരും റീചാർജ് ചെയ്യുമ്പോൾ കണ്ടിന്യൂ പ്രോസസ്സായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ റിയാലിറ്റിയാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇനി ഇതിലേക്ക് കടന്നു വരുന്നവർക്ക് 4 തരത്തിലുള്ള വർക്കിംഗ് ഇൻകം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി പേഴ്സണൽ സെയിൽസ് കമ്മീഷനാണ്. റെഫറൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റെഫറൽ ചെയ്യാം. ഓരോ റെഫറലിലും ഓരോ ആൾ പർച്ചേസ് ചെയ്യുമ്പോൾ 800 രൂപ പെർ ആക്ടിവേഷന് നമുക്ക് തരും. നിങ്ങൾക്ക് യു ക്യാൻ റെഫറൽ ഗ്ലോബലി എനിവെയർ എനി ടൈം മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൂടെ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാം. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലിമിറ്റുമില്ല. 800 വെച്ച് നിങ്ങൾക്ക് ഓരോ സെയിലിനും ലഭിക്കുന്നതാണ്. ഓരോ സെയിലിനും 800 രൂപ ലഭിക്കുമ്പോൾ തന്നെ കമ്പനി ആ ഒരു ആക്ടിവേഷന് പെർ BV എന്ന രീതിയിൽ ഒരു BV എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ BV മാച്ചിങ് എവിടെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വരും സ്ലൈഡിൽ പറയാം. അടുത്തത് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവ് ആണ്. ലെവൽ ഇൻകം ആയിട്ടാണ് നമുക്ക് കമ്പനി തരുന്നത്. ലെവൽ ഇൻകം എന്ന് പറയുമ്പോൾ 50, 10, 20, 30, 10, 20, 30, 10, 20, 13 ലെവലുകളായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നവർ എല്ലാം നമ്മുടെ ഫസ്റ്റ് ലെവലും നമ്മുടെ ആ ലെവലിൽ കൊടുത്ത എല്ലാവരും പിന്നീട് അവർക്ക് ഫസ്റ്റ് ലെവലിൽ കൊടുക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവലും അവർക്ക് അവരുടെ അതായത് തലമുറകളോളം ജനറേഷനായിട്ട് മക്കൾ കൊച്ചുമക്കൾ എന്ന രീതിയിൽ നമ്മുടെ അയൽവാസികൾ അവരുടെ ഫ്രണ്ട്സുകൾ എന്ന രീതിയിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഒരു കണക്റ്റീവായിട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ 50, 10, 20, 50, 10 ചെറിയ ഒരു തുകയായിരിക്കാം. എന്നാൽ ഇതിൻ്റെ ഒരു സാധ്യത എന്നത് പവർ ഓഫ് ദ ലെവൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമാണ്. 247,87,160,000 രൂപയോളം നമുക്കിതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ 10% മാത്രം ഇമേജ് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് 100% പോയില്ലെങ്കിൽ കൂടി നമുക്ക് 10%, 242 കോടി 87 ലക്ഷത്തിൻ്റെ ഒരു 10%, അതും വേണ്ട, വെറും 1% കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക ഭദ്രതയും അവിടെ ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കും. ലെവൽ ഇൻകത്തിൻ്റെ ഒരു പ്രത്യേകതയും ഇതിൻ്റെ ഒരു റിയാലിറ്റിയുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ 4, 16, 64, 256 അതങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ലെവൽ ഇൻകം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 13 വർഷമോ അല്ലെങ്കിൽ 10 മാസമോ അല്ലെങ്കിൽ 26 വർഷമോ എത്ര വേണമെങ്കിലും എടുക്കാം. 242 കോടിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഒരു ഐക്യത്തിന് തീരുമാനിക്കാം. നിങ്ങളുടെ ഒരുമയ്ക്ക് കൂട്ടായ്മയിലൂടെ നേടാൻ പറ്റുന്ന ഒരു വലിയ ഒരു വരുമാനമാണ് ഇവിടെ സേവാപ്പിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിനൊക്കെ പുറമെ ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് ബൈനറി ആയിട്ട് ഒരു 400 + 600 വരെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. 2 ഓർഗനൈസേഷനായിട്ട് 2 മാർക്കറ്റിംഗ് 2 ബിസിനസ് നടക്കുകയാണെങ്കിൽ 2 ഭാഗവും കൂടി മാച്ച് ചെയ്യുമ്പോൾ ഒരു 400 ലഭിക്കും. അങ്ങനെ ഡെയിലി ആണെങ്കിൽ അത് 10,000ഉം അത് ഒരു പർച്ചേസിങ്ങിലൂടെ ഒരു 3 ലക്ഷവും നിങ്ങൾക്ക് നേടിയെടുക്കാം. അതുമാത്രമല്ല 600ലേക്കും ഒരു 15,000ലേക്കും ഒരു 4 ലക്ഷത്തിലേക്കും എത്താനും ഈ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. എന്താണ് അത്? ക്ലബ് രൂപത്തിൽ, ക്ലബ് ബോണസ് രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വന്നവരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള റാങ്കുകൾ കരസ്ഥമാക്കി കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വരുമാനം 400 എന്നുള്ളത് 600 എത്തും എന്നതും 100% സത്യമാണ്. ഇനി ടീം വോളിയം ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് റാങ്ക് ആൻഡ് ഇൻസെൻറ്റീവാണ്.
14 റാങ്കുകളിലായിട്ട് 10 കോടിയാണ് ഇവിടെ നമുക്ക് വേണ്ടി കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഓരോ റാങ്കിലും നല്ല ഇൻസെൻറ്റീവായിട്ട് ബൈനറി മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് റാങ്കിലെത്തുന്നു. 12 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് റാങ്കിലും, 30 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് റാങ്കിലും, 80 BB മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 4ാമത്തെ റാങ്കിലും, 200 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 5ാമത്തെ റാങ്കിലും എത്തും. 500 BB ബൈനറി മാച്ച് ചെയ്യുകയാണെങ്കിൽ സീനിയർ ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ, അങ്ങനെ 7 റാങ്കിലെത്തുമ്പോൾ 1200 BB മാച്ച് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു ടീം വർക്കായിട്ട് ഒരുമിച്ച് നമ്മൾ 4ഉം 12ഉം 30ഉം 80ഉം 200ഉം ഒക്കെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു നേടേണ്ടതാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് 14 റാങ്കും നമുക്ക് 10 കോടി വരെ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇൻസെൻറ്റീവായിട്ട് 500, 1000, 2000, 4000, 10000, 20,000, 40,000, 1.5 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി 60 ലക്ഷം, 5 കോടി, 2 കോടിയുടെ വില്ല, 50 ലക്ഷത്തിൻ്റെ ഗോൾഡ്. ഇത്രയും 14 റാങ്കുകളിലായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 7 റാങ്ക് വരെ ഇതുവരെയുള്ള നമ്മുടെ കമ്പനിയിൽ കരസ്ഥമാക്കിയവർ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്ത റാങ്കുകളൊക്കെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ അത് കരസ്ഥമാക്കാൻ എല്ലാവരും റെഡിയായിട്ട് പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ആ അച്ചീവ്മെൻ്റൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വഴി ഫാമിലി പാക്ക് എടുത്തുകൊണ്ട് 3 പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് കടന്നു വരിക. 3 ഫാമിലി പാക്ക് എടുക്കുന്നവരെ കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വന്നാൽ ഫാമിലി പാക്കിന് എടുക്കുമ്പോഴും അതിൽ എങ്ങനെ വരാമെന്നുള്ളതിൻ്റെ ഒരു റിയൽ ചിത്രം ഞാനിവിടെ പറയാം. ഫാമിലി പാക്ക് എന്ന് പറയുന്നത് 3 പ്രൊഡക്റ്റ് എടുത്ത് വരുന്ന ഒരു വ്യക്തിയെ ഫാമിലി പാക്കായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും അവിടെ കാണും. സ്മാർട്ട് SBO ആയിട്ട് നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ 11,997 പ്ലസ് GST 14,157 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഫാമിലി പാക്കിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഒരു 3,12,000 രൂപ നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കമ്പനി തരും. അത് 12,000, 60,000, 2,10,40,000 അത് സീനിയോറിറ്റി ബേസിലാണ്. ആദ്യം ആരാണോ കടന്നു വരുന്നത് അവർക്ക് ശേഷം 8 പേര് കടന്നു വരുമ്പോൾ ആദ്യത്തെ വ്യക്തിക്ക് 12,000, അങ്ങനെ 8 പേരിൻ്റെ ബ്ലോക്ക് 16 പേർ കംപ്ലീറ്റ് ആകുമ്പോൾ 60,000 നെക്സ്റ്റ്, അങ്ങനെ 24 പേര് കംപ്ലീറ്റ് ആകുമ്പോൾ 2,40,000. ഇത് സീനിയോറിറ്റി ക്രമത്തിൽ കമ്പനിയിൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് ഫാമിലി പാക്ക് എടുത്തു വരുന്നു അവരെയൊക്കെ ഒറ്റ സിംഗിൾ ലൈനിലേക്ക് പോസ്റ്റ് ചെയ്യും. 8 ലൈൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫാമിലി പാക്കിൻ്റെ 3,12,000 എന്നത് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും. അതിന് ഡേറ്റോ കാലാവധിയോ ഒന്നുമില്ല, പക്ഷേ റിയൽ ആയിട്ട് നമുക്ക് ലഭിക്കും ഇന്നല്ലെങ്കിൽ നാളെ. എന്നാൽ നമുക്കിത് കടന്നു വരുമ്പോൾ തന്നെ 3 ID അവിടെ നമുക്ക് ജനറേറ്റ് ആവുന്നു. ആ 3 ID നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ വരുമാനവും നേടിയെടുക്കാം. മാത്രമല്ല 14,500 പർച്ചേസിങ് പോയിൻ്റ് അത് റെഡീം ചെയ്യാം. ആ ക്യാഷിന് തുല്യമായ നമ്മൾ കൊടുത്ത എമൗണ്ടിന് തുല്യമായ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി നമ്മുടെ കമ്പനി ഒരുക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഈ ഒരു പർച്ചേസിങ് മുതൽ മുടക്കി അതേ തുകക്ക് തുല്യമായ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് വരുമാനവും ഇൻകം ജനറേറ്റർ ആവും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമെ ഫാമിലി പാക്ക് എടുത്ത് കടന്നു വരുന്നവർക്ക് 3% റീചാർജ് റവന്യൂ, അതായത് ഫ്രീ ആയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ റീചാർജിലൂടെ മാത്രം ഒരു 3% എന്ന രീതിയിൽ ഒരു 3-4 ലക്ഷം വരെ നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടാക്കാൻ വെറും ഫ്രീ ജനറേറ്റ് ചെയ്ത ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫാമിലി പാക്ക് എടുത്ത് വന്നും ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, അതായത് റെഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് വെറും മൊബൈൽ റീചാർജ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു 3% എന്നത് നിങ്ങൾക്ക് ലൈഫ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നിങ്ങളുടെ കുടുംബം ഒരു നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ തുടക്കക്കാരായി മാറും. അതുമാത്രമല്ല ഇനി ഫാമിലി യൂസേഴ്സിന് ഈ 3,12,000 രൂപ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള സംശയത്തിന് ഒരു ശരിക്കുള്ള ഒരു അടിവരയിട്ട ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2,000 രൂപ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ID നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ട്രൈപോളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2,000 രൂപ കമ്മീഷൻ ലഭിക്കാനുണ്ട്. 800 മാച്ചിങ്ങും ഒക്കെ ആയിട്ടും ലെവലിംഗുമായിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ആ 2,000 നിങ്ങളുടെ ഹോൾഡ് ചെയ്യുകയും അതങ്ങനെ 8 പേരെന്ന് കടന്നു വരുമ്പോൾ 2,000 വെച്ച് 16,000 രൂപ അവിടെ ഹോൾഡ് ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് ആദ്യത്തെ വ്യക്തിക്ക് വെറും 12,000 രൂപ കൊടുത്താൽ 4,000 അവിടെ ബാലൻസ് കിടക്കുന്നത്. അടുത്ത നെക്സ്റ്റ് 60,000ത്തിലേക്ക് ഹോൾഡ് കൊടുക്കും. 60,000ത്തിൻ്റെ 16 പേര് കടന്നു വരുമ്പോൾ 4,000 വെച്ച് 60,000ത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ 64,000 ആകും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് 2,40,000 ലഭിക്കണമെങ്കിൽ 96,000 രൂപയോളം അവിടെ കമ്പനിക്ക് ലഭിക്കും. ബാക്കി തുകയാണ് കമ്പനി കൂട്ടുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു നഷ്ടവും സാധ്യതയുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു 12,000, 60,000, 2,40,000 കമ്പനിക്ക് തരാൻ സാധിക്കും. അത് കൃത്യമായിട്ട് നല്ല സ്പീഡോടുകൂടി വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഡെയിലി എന്നതുപോലെ ഓരോരുത്തർക്കും ഈ 12,000, 60,000 എന്നത് കൃത്യമായിട്ട് വാങ്ങിച്ചു പോകാൻ സാധിക്കും.
ഇനി CCM ബോണസാണ്. നമുക്ക് ഈ ഒരു ഫാമിലി പാക്ക് എടുത്ത് ആരോ ആൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു CCM ബോണസിന് അർഹനാകാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 10 ഫാമിലി പാക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കോർ കമ്മിറ്റി അംഗമാക്കി പരിഗണിക്കും. അങ്ങനെ കോർ കമ്മിറ്റി ആകുന്ന വ്യക്തികൾക്ക് 5% മന്ത്ലി നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു 5% നിങ്ങൾക്ക് അധികമായിട്ട് ഒരിക്കൽ കൂടി തരും, തിരിച്ച് മന്ത്ലി ബോണസായിട്ട് തിരിച്ചു തരും. അതിനൊക്കെ പുറമെ ഇതിൻ്റെ വളരെ വളരെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് CCM ബോണസായി ഫാമിലി പാക്ക് എടുത്ത് കടന്നു വരുന്ന ഒരു അംഗങ്ങൾ ഒരു കൃത്യമായിട്ട് അവർക്ക് ഈ റീചാർജ് വരുമാനം എന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിപ്പമുള്ളതാണ് റീചാർജ്. കാരണം ഇന്ന് നടക്കുന്ന റീചാർജിൻ്റെ റവന്യൂ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ആ ഒരു തുക മുഴുവൻ നമ്മുടെ സേവ് ആപ്പിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ 10% നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ CCM മാത്രമായിട്ട് മാറ്റിവെക്കുന്നു. അത് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 10 ഫാമിലി പാക്ക് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോർ കമ്മിറ്റി അംഗമാക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10% വെച്ച് എല്ലാ ഇയർലി ആയിട്ടും നിങ്ങൾക്കത് കമ്പനി വീതം വെച്ച് തരുമെന്നത് പ്രോമിസായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ CCM ആകാനുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഒന്നാമതായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ച് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഉയരം എത്രയാണെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല DCM ബോണസിന് അർഹനാകണമെങ്കിലും ഈ CCMലേക്ക് നിങ്ങൾ കടന്നു വരണം. എല്ലാത്തിനും ഫാമിലി പാക്ക് എടുത്തുകൊണ്ട് കടന്നു വന്നാൽ മാത്രം മതിയാവും. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ഇതുവരെ ലൈവിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് സേവ് കാർട്ടിൻ. അവിടെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പർച്ചേസിങ് പോയിന്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനൊക്കെ പുറമെ നമ്മുടെ കമ്പനിയിൽ ഈ ഒരു സേവ് കാർട്ടിനിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് റീചാർജ് വരുമാനം കിട്ടിയതുപോലെ തന്നെ 1%, 2%, 3% എന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻകം അവിടെയും ജനറേറ്റ് ആവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡിസംബർ ജനുവരിയോടുകൂടി അതും ലോഞ്ച് ആവും. നമുക്ക് നല്ല രീതിയിൽ ഈ കമ്പനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുകയും നമുക്ക് നല്ലൊരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മുടെ നാട്ടിനും സമൂഹത്തിനും നല്ല ഒരു സാമ്പത്തിക അച്ചടക്കവും മണി മാനേജ്മെൻറ്റും പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാം. ജയ് സേവാബ്. എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എനിക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.